എല്ലാവർക്കും സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊസൺ ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സൈക്കോളജിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനോവിശേഷണ സിദ്ധാന്തമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. 1-2 മാർക്കിന് വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് നമുക്ക് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനോവിശേഷണ സിദ്ധാന്തമാണ്. ഈ മനോവിശേഷണ സിദ്ധാന്തത്തിൽ നിന്ന് 1-2 മാർക്ക് ഉറപ്പായും നിങ്ങളുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊസൺ ഓഫീസർ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ 2 മാർക്കിനൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്ലാസ് അവസാനം വരെ നമ്മുടെ കൂട്ടുകാരൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ഒരു മനോവിശേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കേട്ടോ. ഇദ്ദേഹം ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ് കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത് കേട്ടോ. അപ്പം മനോവിശേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി 3 ഭാഗങ്ങളായി വേർതിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മനോവിശേഷണ സിദ്ധാന്തത്തെ 3 ഭാഗങ്ങളായിട്ടാണ് ഇദ്ദേഹം മനോവിശേഷണ സിദ്ധാന്തത്തെ വേർതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിനെ സംബന്ധിച്ചുള്ള ആദ്യ ഒരു സിദ്ധാന്തം. രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. മൂന്നാമത്തേത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. അപ്പം 3 ഭാഗങ്ങളായിട്ടാണ് മനോവിശേഷണ സിദ്ധാന്തത്തെ ഇദ്ദേഹം, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് വേർതിരിച്ചിട്ടുള്ള 3 ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു 3 ഭാഗത്തു നിന്നുള്ള പോയിന്റ്സുകളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിച്ചങ്ങ് പോകാം. ഈ ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചങ്ങ് പോകാം. ക്ലാസ് അവസാനം വരെ കാണാനായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഏതാണ് നമ്മൾ പഠിച്ചത്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. അതിൽ ഈ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ചുള്ള സിദ്ധാന്തത്തിൽ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിന് 3 തലങ്ങളുണ്ട്. അതായത് മനുഷ്യ മനസ്സിനെ തിരിച്ചിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമുക്കറിയാം ബോധമനസ്സ്, കൺഷ്യസ് മനസ്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മനസ്സ്. മൂന്നാമത്തെ ഏതാണ്? അബോധ മനസ്സ്, അൺകോൺഷ്യസ് മനസ്സ് കേട്ടോ. അപ്പം ഇപ്പം ഇവിടെ എന്താണ് പറഞ്ഞത്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ചുള്ള സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഏതാണ്? ബോധമനസ്സ്, രണ്ടാമത്തെ ഉപബോധ മനസ്സ്, മൂന്നാമത്തെ അബോധ മനസ്സ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോധ മനസ്സാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അറിയാം ബോധമനസ്സ് എന്താണ്. നമുക്ക് ബോധം ഉള്ളപ്പോൾ ഉള്ള മാനസിക ചിന്തകളാണ് ആ ബോധ മനസ്സിൽ വരുന്നത്. അതായത് അത് തന്നെയാണ് ഡെഫിനിഷൻ വരുന്നത്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നതാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന തലമാണ് ബോധമനസ്സ്. അപ്പോൾ ബോധമനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായോഗിക തലത്തിൽ നമുക്ക് ബോധമുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ബോധമനസ്സിൽ വരുന്നത്. അതായത് പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നതാണ് ബോധമനസ്സ്. അത് കുറച്ചുകൂടി ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ബോധമനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ് കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ മനസ്സിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സാണ്. അപ്പോൾ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായും ബോധമില്ലാത്തതുമായ മനസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ സ്വപ്നവുമായിട്ട്, നമ്മുടെ ഡ്രീംസില്ലേ, നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ സ്വപ്നമായിട്ടൊക്കെ കണക്ട് ചെയ്താൽ മതി. ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ എന്താണ്, നമ്മൾ ബോധമില്ലാത്ത സമയത്താണ് സ്വപ്നം കാണുന്നത്. നമുക്കറിയാം ബോധമില്ലാത്ത സമയത്താണ്, നമ്മൾ ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉപബോധ മനസ്സ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാൻ, നമ്മൾ സ്വപ്നം ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സ്വപ്നം ആലോചിക്കുമ്പോഴല്ലേ ആ സ്വപ്നം കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായും ബോധമില്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. അതായത് ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ് കേട്ടോ. അപ്പോൾ ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലം ഏതാണ്? ഉപബോധ മനസ്സാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് അബോധ തലത്തിലെ അന്തർലീനീയമായ അനുഭവങ്ങൾ പ്രതീകവത്കൃതമായി ഉപബോധ തലത്തിലേക്ക് ഊർന്ന് കടക്കുമ്പോഴാണെന്ന് അനുമാനിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സ്വപ്നങ്ങൾ നമുക്ക് ഓർമ്മ വരത്തില്ലേ? അതാണ് അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ഉപബോധ മനസ്സിലായിരുന്നു എന്ന് ഓർത്താൽ മതി. അതായത് നമ്മൾ ചില സ്വപ്നങ്ങൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്ന് മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ വരും. അത് നമ്മൾ ഉപബോധ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളാണ്. മനസ്സിലായി? ഉപബോധ മനസ്സിൽ കണ്ടാണ്. അതായത് നമുക്ക് ബോധതലത്തിൽ വേദം കൊണ്ടുവരാതെ, അതായത് ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതും എന്നാൽ പൂർണ്ണമായും ബോധമില്ലാത്തതുമായ മനസ്സായിരുന്നു ഉപബോധ മനസ്സ് കേട്ടോ. ക്ലിയർ ആണേ? അത് ക്ലിയർ ആണേ? നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതാണ്. ക്ലിയർ ആണേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ സഹിതമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്വപ്നത്തിൽ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്വപ്നം കണ്ടത് ഉപബോധ മനസ്സിലാണ്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ മനസ്സിൻ്റെ തലമാണ് അബോധ മനസ്സ് എന്താണെന്ന് നോക്കാം. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അബോധ മനസ്സിനെയാണ്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഏത് മനസ്സിൻ്റെ ഭാഗത്തെയാണ്? അബോധ മനസ്സിനെയാണ്. അബോധ മനസ്സ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ തലമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ തലമാണ്. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വെക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ് കേട്ടോ. അപ്പോൾ വ്യക്തിയുടെ വ്യവഹാര ശൈലിയും, അതായത് ക്യാരക്ടേഴ്സൊക്കെ, വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ക്ലിയർ ആണ്? അതായത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും എന്നാണ് പറയുന്നത്. കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനടിയിലായിരിക്കും. ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണൂ. അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നല്ല വിഭിന്നമായിരിക്കും. ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സെന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ്. നമുക്കറിയാം ഒരു അബോധ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബോധമില്ലാത്ത സമയത്ത് കാണുന്ന കാര്യങ്ങളൊക്കെയാണ് അബോധ മനസ്സെന്ന് പറഞ്ഞത്. അത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കത്തില്ല. അത് നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കും. അത് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കത്തില്ല. അത് നമ്മൾ അബോധ മനസ്സിൽ കണ്ട കാര്യങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ബോധ മനസ്സിലായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അതാണ് ചില തീവ്ര അനുഭവങ്ങൾ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളി നീക്കപ്പെടുന്നു. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ്. മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ കേട്ടോ. അപ്പോൾ മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ കേട്ടോ. അനുഭവങ്ങൾ അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, മറഞ്ഞിരിക്കുന്ന ഓർമ്മകളൊക്കെയാണ് മനസ്സിൻ്റെ അബോധ തലത്തിലെ ശേഖരങ്ങളായിട്ട് വരുന്നത്. വ്യവഹാരത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന തലമാണ് അബോധ മനസ്സ് കേട്ടോ. അപ്പോൾ വ്യവഹാരം ക്യാരക്ടറാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. വ്യവഹാരത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന തലം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? അബോധ മനസ്സാണ് വ്യവഹാരത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന തലമായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം നമുക്ക്. അതായത് രണ്ടാമത്തെ എന്താണ്? വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം. അതായത് ക്യാരക്ടർ സ്ട്രക്ചർ
സ്ട്രക്ചറിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഒരു വ്യക്തിയിലെ മനോഘടനയെ 3ആയി അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഈദ്, രണ്ടാമത്തെ ഈഗോ അഥവാ അഹം, മൂന്നാമത്തേത് സൂപ്പർ ഈഗോ അഥവാ അത്യഹം എന്നാണ് കേട്ടോ. ഈ ഈഗോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുള്ള ഈഗോ അല്ല. നമ്മളോട് ഒരാൾ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് ഈഗോ അടിക്കുന്ന ആ ഒരു ഈഗോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യല്ല ഒരിക്കലും. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, അതുമായിട്ട് ഇത് കണക്ട് ചെയ്യരുത്. ഇത് വേറെ ടൈപ്പ് ഓഫ് ഈഗോയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, വ്യക്തിയിലെ മനോഘടനയെ 3ആയിട്ട് തരംതിരിക്കുക. ഒന്നാമത്തെ ഈദ്, രണ്ടാമത്തെ ഈഗോ അല്ലെങ്കിൽ അഹം, മൂന്നാമത്തെ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യഹം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഈദാണ്. ഈദ് എന്താണെന്ന് നോക്കാം. ഈദ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാരശക്തിയാണ് ഈദ് എന്ന് പറഞ്ഞാൽ. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വിചാരശക്തിയെയാണ് ഈദ് എന്ന് പറയുന്നത്. ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നതാണ് ഈദ് കേട്ടോ. അപ്പോൾ ഈദ് പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഈദ് എന്താണ്? മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയാണ് ഈദ് കേട്ടോ. വാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നതും ഈദാണ്. സന്മാർഗിക ബോധം അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാം അസന്മാർഗിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈദിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആക്കാം. നമ്മളിപ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ അഥവാ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈദുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ജോലിയിൽ പോയി നാളെ ഒപ്പിട്ട് ജോലിയിൽ കയറണം. അതായത് നമ്മളെന്താണ്, ധാർമ്മിക ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഈദിലാണ് കേട്ടോ. കഠിനമായ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നമുക്ക് ധാർമ്മിക ബോധത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, പക്ഷെ നമുക്കത് വേണം താനും, ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതാണ്. അതായത് ധാർമ്മിക ബോധം ഇല്ലാതെ നമുക്കൊരാഗ്രഹം തോന്നുന്നതാണ് ഈദ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതാണ് ഇവിടെ പറയുന്നത്. സന്മാർഗിക ബോധം അഥവാ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസന്മാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈദാണ്. അടുത്തത്, ജനനം മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഈദ് കേട്ടോ. അപ്പോൾ ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു വ്യക്തിത്വ ഘടകമാണ് ഈദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടമാണ് ഈദ് എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാകുന്നതിനും കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ ഈദ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ചില ആഗ്രഹങ്ങളൊക്കെ, പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളെന്താണ് ഓരോ അസന്മാർഗിക വഴികളിലൂടെയൊക്കെ സാധിക്കാനൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. അതായത് ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അതായത് വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് ആഹാരം വേണം. നമ്മളെല്ലാ ദിവസവും 1 മണിക്ക് കഴിക്കുന്നത്. ആ 1 മണിക്ക് നമുക്ക് ആഹാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള കാത്തിരിക്കാനുള്ള നമ്മുടെ ക്ഷമ നഷ്ടപ്പെടും, അക്ഷമരാകും നമ്മൾ. ആ 1 മണിക്ക് കിട്ടിയില്ല, 1 മണിക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആഹാരം കഴിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. പെട്ടെന്ന് എവിടെ പോയാലും നമ്മൾ ആഹാരം കഴിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഈദിൻ്റെ പ്രവർത്തനമാണ്. ക്ലിയർ ആണ്? പിന്നെ സുഖതത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഇത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഈദ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം ഏതാണെന്ന് ചോദിക്കാം. ഈദാണ് ആ മനോഘടകം. ഈദ് എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദ സിദ്ധാന്തമാണ്. സുഖതത്വം എന്ന് പറയുന്നത് തന്നെയാണ് ആനന്ദ സിദ്ധാന്തം. അപ്പം സുഖതത്വം അഥവാ ആനന്ദ സിദ്ധാന്തം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം ഈദാണ്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഈദാണ് കേട്ടോ. അതുപോലെ തന്നെ മാനസികോർജ്ജം, ലിവിഡോർജ്ജത്തിൻ്റെ സംഭരണിയൊക്കെ ഈദാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കണം. ഈദെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈദെന്ന് പറഞ്ഞാൽ നമ്മൾ ആനന്ദ സിദ്ധാന്തമാണ്. നമ്മുടെ മനുഷ്യ മനസ്സിലേക്കുള്ള പ്രാകൃതമായ വികാര ശക്തിയാണ്. അത് ജന്മന നമുക്ക് ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ സന്മാർഗിക ബോധം, അതായത് ധാർമ്മിക ബോധമില്ലാത്തതിന് അസന്മാർഗിക പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈദാണ്. അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമുക്ക് വിശപ്പ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ അക്ഷമരാകും. അതൊക്കെ ഈദിൻ്റെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. പിന്നെ വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടമാണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വര ഉണ്ടാകുന്നതിന് കാരണവും നമ്മുടെ ഈദാണ് കേട്ടോ.
ഇനി അടുത്തതാണ് അഹം അഥവാ ഈഗോ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ അഹം ഈഗോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈഗോ അല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈഗോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈഗോ അഥവാ അഹം എന്താണെന്ന് നോക്കാം. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം കേട്ടോ. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം എന്ന് പറയുക. അഹം അഥവാ ഈഗോ എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു ഇതെന്താണ് നമ്മൾ പഠിച്ചു. ഇതെന്താണ് നമുക്ക് കഠിനമായ ആഗ്രഹമല്ലേ അതെനിക്കിപ്പം കിട്ടിയേ തീരും എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ ധാർമ്മിക ബോധത്തിനോട് അല്ലല്ലോ, നമ്മൾ അധാർമിക ബോധത്തിന് വേണ്ടിയല്ലേ നമ്മൾ അത് കിട്ടണം, എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് പറയത്തില്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ അഹം പ്രവർത്തിക്കുമ്പോൾ എന്താണ്, നമുക്കത് ആ ഒരു ആഗ്രഹത്തെ നമുക്കത് വേണ്ടാത്തൊരാഗ്രഹമാണ്, അതിനെ ഒന്ന് അടക്കി നിർത്താനും ചെയ്യുന്ന ഒരു വൈകാരിക ശക്തിയെ പറയുന്നതാണ് അഹം കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. അതായത് ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നതാണ് അഹം പ്രവർത്തിക്കുന്നത് കേട്ടോ. യാഥാർത്ഥ്യബോധ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അഹം അഥവാ ഈഗോ കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോണേ. അപ്പോൾ എന്താണ്, ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നതാണ് അഹം കേട്ടോ. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നതാണ് അഹം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു, നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ ജോലി കിട്ടാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഉടനെ അവിടെ പോയി ഒപ്പിട്ട് ജോലിക്ക് കയറാൻ പറ്റൂ? ഇല്ലല്ലോ. അത് അവിടെ തന്നെ നമുക്ക് അഹം പ്രവർത്തിക്കണം. അതായത് യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ആ ജോലി കിട്ടത്തുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യബോധം നമുക്കുള്ളിൽ കൊണ്ടുവരുന്നത് അഹമാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ പഠിച്ചു വെക്കണം. അഹമാണ് ആ യാഥാർത്ഥ്യബോധം നമുക്കുള്ളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്, ഒരു യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്നതാണ് അഹം കേട്ടോ. അതുപോലെ തന്നെ യാഥാർത്ഥ്യബോധ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അഹം. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അഥവാ യാഥാർത്ഥ്യബോധ തത്വം വെച്ച് പ്രവർത്തിക്കുന്നതാണ് അഹം കേട്ടോ. അതുപോലെ തന്നെ ഒരനുഭവം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നതും അഹം വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന ഒരു അനുഭവം ശരിയാണോ, അതോ എനിക്കൊരു അനുഭവം നടന്നു, അത് ഞാൻ പിന്നെ ആലോചിക്കത്തില്ലേ ആ അനുഭവം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ, അതൊക്കെ വിലയിരുത്തുന്നത് അഹം കാരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മാനസിക വ്യക്തിത്വത്തിൻ്റെ നിയന്ത്രണകാരി എന്ന് പറയുന്നതും അഹമാണ് കേട്ടോ. അഹമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, മാനസിക വ്യക്തിത്വത്തിൻ്റെ നിയന്ത്രണകാരി ആരാണ്? അഹമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മാനസിക വ്യക്തിത്വത്തിൻ്റെ നിയന്ത്രണകാരിയായിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? അഹമാണ്. അഹം അഥവാ ഈഗോ ആണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായത് ഈഗോയാണ് കേട്ടോ. ഈഗോ അഥവാ അഹമാണ്. നമ്മളത് പഠിച്ചല്ലോ. അതായത് നമുക്ക് നമ്മളത് കുറച്ച് പഠിച്ചല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അഥവാ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്നത് ഏതാണ്? അതുകൊണ്ട് തന്നെ അത് ഈഗോ അഥവാ അഹമാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായതാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകൻ അഥവാ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റിയായും കണക്കാക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ഉറപ്പായിട്ടും ചോദിക്കും, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോണം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകൻ അഥവാ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റിയായും കണക്കാക്കുന്നത് ഏതിനെയാണ്? അഹം അഥവാ ഈഗോയെയാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും ഒക്കെ കാണുന്നത് അഹം അഥവാ ഈഗോയാണ് കേട്ടോ. നമുക്കറിയാം, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയാം. നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ ഇന്നത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്തി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിത്വം, നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നത് തന്നെ നമുക്ക് എന്താണ് വരുന്നത്? ഒരു വ്യക്തിത്വമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്ന് അറിയപ്പെടുന്നതും അഹമാണ് അഥവാ ഈഗോയാണ്. ഇതം ഈഗോയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടും ഉപമിക്കാം. വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അത് നമുക്കറിയാം. അതായത് എന്താണ് ഇതം ഈഗോയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതം എന്താണ്? ഇതം എന്ന് പറഞ്ഞാൽ കുതിരയെ നമുക്ക് നമ്മുടെ ആഗ്രഹമായിട്ട് കണക്കാക്കാം. ആഗ്രഹം. അപ്പോൾ കുതിര എങ്ങനെയാണ്? വളരെ സ്പീഡിലല്ലേ ഓടുന്നത്. അതായത് നല്ലൊരു പാതയിലൂടെ, അത് തോന്നുന്ന വഴിക്കല്ലേ ഒരു കുതിര ഓടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുതിര ഓടിക്കുമ്പോൾ കുതിര ഒരു തന്നെത്താൻ ഓടുവാണെങ്കിൽ അതിന് തോന്നിയ വഴി കൂടെ അല്ലേ ഓടുന്നത്. പക്ഷേ അതിന് ആഗ്രഹം ഒരു സ്ഥലത്ത് ചെല്ലണം എന്നായിരിക്കും, അത് തോന്നിയ വഴി കൂടെ ആയിരിക്കും ചെല്ലുന്നത്. പക്ഷേ അവിടെ എന്താണ്? ഒരു കുതിരക്കാരൻ, അതായത് ഈഗോ അഥവാ അഹം ഒരു കുതിരയെ നിയന്ത്രിക്കുന്ന ഒരു കുതിരക്കാരനോട് ഉപമിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യ ബോധത്തോടെ അതിൻ്റെ എത്തിച്ചേരേണ്ട സ്ഥലത്തോട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ കറക്റ്റ് വഴിയിലൂടെ പോകാനും സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇത് തമ്മിലുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇതം ഈഗോയുമായി താരതമ്യം ചെയ്താൽ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടും ഉപമിക്കാം.
ഈദിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നതാണ് ഈഗോ കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഈദിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഈഗോ അഥവാ അഹമാണ്. അപ്പോൾ നമ്മൾ അഹം ക്ലിയർ ആയ അഹം എന്താണ്? യാഥാർത്ഥ്യ ബോധ തത്വമാണ് അഹത്തിന് പ്രവർത്തിക്കുന്നത്. അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. ഇനി നമ്മൾ അത്യഹം, അടുത്ത ഘടകം അത്യഹം അഥവാ സൂപ്പർ ഈഗോ. അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണിത രൂപമാണ്. മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണിത രൂപമാണ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. അഥവാ എന്താണെന്ന് നോക്കാം. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. ഇതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് വിപരീതമായിട്ടാണ് സൂപ്പർ ഈഗോ അഥവാ അത്യഹം പ്രവർത്തിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? അസിസ്റ്റൻറ്റ് പ്രൊസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഈ അത്യഹം എന്ന് പറഞ്ഞത് എന്താണ്? ആഗ്രഹത്തിനെതിരാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ 2000 പേര് പരീക്ഷ എഴുതുന്നില്ലേ, നമ്മളെന്നാൽ മാറിക്കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ദാനം ചെയ്യുക, അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് അത്യഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പരിപൂർണത, പെർഫെക്ഷന് വേണ്ടിയുള്ള ശ്രമമാണ്. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് അത്യഹമാണ്. അപ്പം ഈഗോ എന്താണ്? അഹം എന്താണ്? മനസ്സിനുള്ളിലെ ശരിയും തെറ്റും അനുഭവങ്ങളിലെ ശരിയും തെറ്റും വിലയിരുത്തുന്നതാണ് അഹം അഥവാ ഈഗോ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് അത്യഹം അഥവാ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ്. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. അതുപോലെ തന്നെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള സന്മാർഗിക മാനദണ്ഡങ്ങളെ അനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത്. അപ്പോൾ എന്താണ്? സമൂഹം അംഗീകരിച്ചിട്ടുള്ള സന്മാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? സന്മാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അപ്പോൾ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? സന്മാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അനുസരിച്ചാണ്. അടുത്തത് തെറ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, തെറ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരരാകുകയും ചെയ്യുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവും ആയി കണക്കാക്കാം. അപ്പോൾ നല്ലൊരു പോയിന്റാണ്. പരീക്ഷയ്ക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാമൂഹിക നന്മയെ അപേക്ഷിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, ദാനം ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് സാമൂഹിക നന്മ നോക്കി പ്രവർത്തിക്കുക. അതായത് ഇത് എന്ന് പറഞ്ഞത് ആഗ്രഹമാണ്, ഭയങ്കര അതിയായ ആഗ്രഹമാണ്. അപ്പോൾ അത്യഹം എന്ന് പറഞ്ഞാൽ അഥവാ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റാണ്, ആഗ്രഹമില്ലായ്മയാണ്. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്, തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയിൽ സൂപ്പർ ഈഗോ ദുർബലമായിരിക്കും. അപ്പം ഒരു കാര്യം തെറ്റ് ചെയ്തു, നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ഈഗോ ദുർബലമായിരിക്കും. അതേസമയം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരനാവുകയും ചെയ്യുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവുമാണെന്ന് കണക്കാക്കപ്പെടാം കേട്ടോ. അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ സൂപ്പർ ഈഗോ വളരെയധികം കൂടുതലായിരിക്കും, പ്രബലമായിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇത് മൂന്നിൻ്റെ തത്വങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 1 മാർക്കിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോവിംഗ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോണം. നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖതത്വം അഥവാ ആനന്ദ തത്വമാണ്. ആനന്ദ സിദ്ധാന്തമൊക്കെ പറയുന്നതിനാണ് ഇത് സുഖതത്വം അഥവാ ആനന്ദ സിദ്ധാന്തം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. ഇത് നമ്മൾ പഠിച്ചതാണ്. അടുത്തത് ഈഗോ. എന്താണ്? കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. യാഥാർത്ഥ്യ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ് ഈഗോ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഏതായിരുന്നു? സൂപ്പർ ഈഗോ, സന്മാർഗിക തത്വം അഥവാ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി കേട്ടോ. അപ്പം സൂപ്പർ ഈഗോ എന്താണ്? സന്മാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ഈ തത്വങ്ങളൊന്ന് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 1 മാർക്ക് ചോദിക്കാൻ സാധ്യത 95% ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. നമ്മൾ മൂന്നാമത്തെ
ഘടകമാണ് എന്താണ് മനോലൈംഗിക വികാസഘട്ടങ്ങൾ. മനോലൈംഗിക വികാസഘട്ടങ്ങൾ, അതായത് സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഒരു മിനിറ്റ്. നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. മനോലൈംഗിക വികാസഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് അവകാശപ്പെടുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ മനോലൈംഗിക വികാസഘട്ടങ്ങൾ 5 വികസന മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 5 വികസന മേഖലകളായിട്ട് ഉണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. ഇവയെ ലൈംഗികോത്തേജന മേഖല അഥവാ എറോജനസ് സോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? 5 വികസന മേഖലകളുണ്ട്. ഈ ഒരു മനോലൈംഗിക വികാസഘട്ടത്തിൽ 5 വികസന മേഖലകളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. ഇവയെ ലൈംഗികോത്തേജന മേഖലകൾ അഥവാ എറോജനസ് സോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വദനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ്. രണ്ടാമത്തേത് ഉദഘട്ടം അഥവാ അനൽ സ്റ്റേജ്. മൂന്നാമത്തേത് ലിംഗഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ്. 4 നിർലീനഘട്ടം അഥവാ ലാറ്റൻസി സ്റ്റേജ്. അഞ്ചാമത്തേത് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ജനീഷ്യൽ സ്റ്റേജ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പഠിച്ചങ്ങ് പോകാം. ഒന്നാമത്തെ ഏതാണ്? നമ്മൾ വദനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജിൻ്റെ കാലഘട്ടം പരീക്ഷയ്ക്ക് ചോദിക്കാം. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ് കേട്ടോ. അപ്പോൾ ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ് വരുന്നത്, വദനഘട്ടം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായുവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവുമാണ്. ഈ സമയത്ത് കുട്ടി ഈ കിട്ടുന്നതെല്ലാം നുകരുന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം ഒരു കുട്ടി ഒരു 2 വയസ്സ് വരെ കൂടുതലും ചെയ്യുന്ന കാര്യം എന്താണ്? കൈ വായിലോട്ടിടുക. വാ കൊണ്ടല്ലേ എല്ലാം ചെയ്യുന്നത്. കൈ എപ്പോഴും വായിലോട്ടിരിക്കും. അതിൽ എന്ത് സാധനം കിട്ടിയാലും ആ കുട്ടി എന്താണ് എല്ലാം വായിലോട്ട് വെച്ച് നോക്കുകയല്ലേ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവുമാണ്. ഈ സമയത്ത് കുട്ടിക്ക് ഈ കിട്ടുന്നതെല്ലാം നുകരുന്നത് അതുകൊണ്ടാണ്. ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടിക്ക് സ്തംഭന ഫിക്സേഷൻ സംഭവിക്കാം കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോളൂ. ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടിക്ക് സ്തംഭന ഫിക്സേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് സ്തംഭനം മൂലമാണ് കേട്ടോ. അപ്പോൾ വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് സ്തംഭനം മൂലമാണ് കേട്ടോ. അതുപോലെ തന്നെ ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുമെന്ന് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണേ. അപ്പോൾ എന്താണ്? ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് കുട്ടിക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്ന് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു കേട്ടോ. അപ്പം വദനഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ സ്റ്റേജ് ആണ്. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് വദനഘട്ടം നിൽക്കുന്ന കാലഘട്ടം. അത് ആ കാലഘട്ടത്തിൽ കുട്ടി കൂടുതൽ കാര്യം ചെയ്യുന്നത് എന്താണ്? വാ കൊണ്ടാണ് കൂടുതലും ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും കുട്ടി നുകരും. നമുക്കറിയാം 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലോട്ടാണ് വെക്കുന്നത്. അതുപോലെ തന്നെ വായിനകത്ത് കൈയിടും. അതുപോലെ തന്നെ എന്താണ്? പാൽ കുടിക്കുന്നത് എല്ലാം വാ കൊണ്ടല്ലേ. അപ്പം ആ കുട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് വാ കൊണ്ടാണെന്ന് ഉള്ളത് നിങ്ങൾ കണക്റ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ, അതായത് ജനനം മുതൽ 2 വയസ്സിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ കൂടുതലും കുട്ടി എന്താണ്? വാ കൊണ്ടാണിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തേത് ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടം. ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടം അതായത് അനൽ സ്റ്റേജ് ആണ്. അനൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ അനൽ സ്റ്റേജ് അഥവാ ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദീപന മേഖല മലദ്വാരമാണ് കേട്ടോ. അപ്പം നമ്മൾ ഒന്നാമത്തെ എന്താണ് നമ്മൾ പഠിച്ചത്? വദനഘട്ടത്തിൽ അഥവാ ഓറൽ സ്റ്റേജ് നമ്മൾ പഠിച്ചു. വാ കൊണ്ടാണ് കുട്ടി കൂടുതലും ചെയ്യുന്നത്. ഇത് ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടത്തിൽ വരുമ്പോൾ അനൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ആകുമ്പോൾ കുട്ടിക്ക് ഉദ്ദീപന മേഖല മലദ്വാരമാണ്. ഇവിടെ മലദ്വാരത്തിലാണ് കൂടുതലാണ് കുട്ടി ചെയ്യുന്നത്. അതായത് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ഘട്ടമാണ്. അഥവാ ടോയ്ലറ്റ്
ട്രെയിനിങ് നൽകുന്ന ഘട്ടമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഘട്ടം ഏതാണ്? അപ്പോൾ അതേതാണ്? ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടമാണ്. അഥവാ അതിൻ്റെ ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടത്തിൻ്റെ ഉദ്ദീപന മേഖല ഏതാണ്? മലദ്വാരമാണ്. അപ്പോൾ ഈ ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടം ഏത് കാലഘട്ടമാണ്? ഒരു കുട്ടി ജനിച്ച് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്നതാണ് അഥവാ ടോയ്ലറ്റ് ട്രെയിനിങ് ഘട്ടമാണ് ഗുദ്ധഘട്ടം അഥവാ പൃഷ്ഠഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം നേടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൃഷ്ഠഘട്ടം അഥവാ ഗുദ്ധഘട്ടത്തിലാണ് കുട്ടി ഈ ഒരു ഘട്ടത്തിൽ വിസർജ്യം, അതായത് നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് വിസർജ്യം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം തേടുന്നത്. ആദ്യ ഘട്ടത്തിൽ അതായത് ഓറൽ സ്റ്റേജിൽ കുട്ടി വായിൽ നുകരുന്നതിലൂടെയൊക്കെയാണ് സന്തോഷം നേടുന്നതെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം തേടുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചാൽ അത് സ്തംഭനത്തിന് കാരണമാകും കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചാൽ അത് സ്തംഭനത്തിന് കാരണമാകും. ശുചിത്വത്തെക്കുറിച്ചും ചിട്ടവട്ടങ്ങളെക്കുറിച്ചും അമിതമായ ഉത്കണ്ഠയായി അത് പിന്നീട് രൂപാന്തരപ്പെടാം കേട്ടോ. അപ്പോൾ ശുചിത്വത്തെക്കുറിച്ചും ചിട്ടവട്ടത്തെക്കുറിച്ചുമുള്ള അമിതമായ ഉത്കണ്ഠയായി അത് പിന്നീട് രൂപാന്തരപ്പെടാം ഈ ഫിക്സേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ. അടുത്തത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നാൽ കുട്ടി മുതിർന്നും കഴിഞ്ഞാലും ചിട്ടയുടെ കാര്യത്തിൽ അലംഭാവം പ്രദർശിപ്പിക്കും. നമുക്കറിയാം ചില കുട്ടികൾ ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പോലും ടോയ്ലറ്റിൽ പോകുന്നതും ഒക്കെ ഒരു ചിട്ടയില്ലാത്ത രീതിയിൽ പോകത്തില്ലേ, അതൊക്കെ ഇതിന് കാരണമാണ് കേട്ടോ. അപ്പം ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിട്ട് മാതാപിതാക്കൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ശുചിത്വത്തിനെ കുറിച്ചൊക്കെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നാൽ കുട്ടി മുതിർന്നു കഴിഞ്ഞാലും ചിട്ടയുടെ കാര്യത്തിൽ അലംഭാവം പ്രദർശിപ്പിക്കാം എന്നാണ് ഈ പൃഷ്ഠഘട്ടം അഥവാ ഉദ്ധംഘട്ടത്തിൽ പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് മൂന്നാമത്തെ ഘട്ടമാണ് ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവ ഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ് എന്ന് പറയും. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ് ലൈംഗിക അവയവ ഘട്ടം എന്ന് പറയുന്നത്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ്. ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ്. അതായത് ഉദ്ദീപന മേഖല ഇവിടെ ലൈംഗിക അവയവങ്ങളാണ് ഈ ലിംഗഘട്ടത്തിൽ ഉദ്ദീപന മേഖലയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലൈംഗിക വികാരങ്ങൾ ആദ്യമായി ഉടലെടുക്കുന്ന ഘട്ടമാണ്. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു ഘട്ടത്തിലായിരിക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ലൈംഗിക അവയവങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി എപ്പോഴും അതിനകത്തോട്ട് നമ്മുടെ ശരീരത്തിൽ പുതിയൊരു അവയവം വരുമ്പം കുട്ടി എന്തായാലും അവിടോട്ട് തൊടാൻ സാധ്യത കൂടുതലാണ്. പുതിയ എന്ത് കാര്യം കിട്ടിയാലും നമ്മൾ തൊടുമല്ലോ, അതുപോലെ പറഞ്ഞതിനോട്ട് ഒരു കുട്ടി തൊടും. അപ്പം അതാണ് ലൈംഗിക വികാരങ്ങൾ ആദ്യം ഉടലെടുക്കുന്ന ഘട്ടമാണ് ഈ ഒരു ലൈംഗിക അവയവ ഘട്ടം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദീപന മേഖല എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവങ്ങളാണ്. അതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടം കൂടിയാണ് ഈ ലിംഗഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു ഈ സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ഞാനത് പറയാം. ആ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് മാതൃകാമന അഥവാ ഈഡിപ്സ് കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആൺകുട്ടികൾക്ക് എപ്പോഴും ആ ഒരു പ്രായത്തിൽ മാതാവിനോടായിരിക്കും വൈകാരികമായ സ്നേഹവും അഭിനിവേശവും, പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് മാതൃകാമന അഥവാ ഈഡിപ്സ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിന് പെൺകുട്ടികൾക്ക് തിരിച്ചായിരിക്കും പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയതയെ നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് പിതൃകാമന അഥവാ ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര കണക്ട് ചെയ്താൽ വെച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിപ്പോയി, പക്ഷേ അത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികൾ കൂടുതലും അറ്റാച്ച് ആവുന്നത് മാതാവിനോടായിരിക്കും. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു തന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിപ്പോയി. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ആൺകുട്ടികൾ കൂടുതലും മാതാവിനോടായിരിക്കും അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കൂടുതലും പിതാവിനോടായിരിക്കും അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിപ്പോയി. അപ്പോൾ അതിനെ പറയുന്നതാണ് ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള അറ്റാച്ച്മെൻറ്റിനെ പറയുന്നതാണ് മാതൃകാമന അഥവാ ഈഡിപ്പസ് കോംപ്ലക്സ്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരിക സ്നേഹത്തെ അഭിനിവേശത്തെയാണ് പറയുന്നത് മാതൃകാമന അഥവാ ഈഡിപ്പസ്
ഈഡിപ്പസ് കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും, അതായത് പിതാവിനോടുള്ള ആ സ്നേഹവും അറ്റാച്ച്മെൻറ്റിനെ പറയുന്നതാണ് പിതൃകാമന അഥവാ എലക്ട്ര കോംപ്ലക്സ്. പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റിനും പറയുന്നതാണ് പിതൃകാമന അഥവാ എലക്ട്ര കോംപ്ലക്സ് ആണ്. അടുത്ത അതിനെക്കുറിച്ചുള്ള പോയിന്റ്, ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിൽ വിജയകരമായ പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിന് നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്നും ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത് 4-ാമത്തെയാണ് നിർലീനഘട്ടം അഥവാ അന്തർലീനഘട്ടം, ലാറ്റൻസി സ്റ്റേജ്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്. അതായത് സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്ന ഘട്ടമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ആൺകുട്ടികൾ മാത്രമേ കൂട്ടുകൂടത്തുള്ളൂ. അതുപോലെ തന്നെ സ്പോർട്സ് കാര്യങ്ങളിൽ കളിക്കാൻ പോകത്തുള്ളൂ. അതുപോലെ പെൺകുട്ടികളുടേതായിട്ടുള്ള സ്പോർട്സും കാര്യങ്ങളും ഒക്കെ പെൺകുട്ടികളോടുകൂടിയേ കളിക്കാൻ പോകത്തുള്ളൂ. അത് ആ ഒരു കാലഘട്ടമാണ് നിർലീനഘട്ടം അഥവാ അന്തർലീനഘട്ടം, ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അതുപോലെ തന്നെ ഇറോജിനസ് സോൺ താൽക്കാലികമായി അപ്രതീക്ഷിതമാകുന്നു. ഇറോജിനസ് സോൺ താൽക്കാലികമായി അപ്രതീക്ഷിതമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിർലീനഘട്ടം അഥവാ അന്തർലീനഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഉദ്ദീപന മേഖലയില്ലാത്ത ഘട്ടമാണ് നിർലീനഘട്ടം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഉദ്ദീപന മേഖലയില്ലാത്ത ഘട്ടം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? നിർലീനഘട്ടം അഥവാ അന്തർലീന ഘട്ടമാണ്. വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഘട്ടം കൂടിയാണ് കേട്ടോ. ഈ ഒരു കാലഘട്ടം വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ നിർലീന ഘട്ടം അഥവാ അന്തർലീന ഘട്ടം എന്ന് പറയുന്നത്. ഇത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് കാണുന്നത് കേട്ടോ. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ 5-ാമത്തെ ഘട്ടം ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം. ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം അഥവാ ജെനിറ്റൽ സ്റ്റേജ് ആണ്. 12 വയസ്സ് മുതലാണ് ഈ ജനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം ആരംഭിക്കുന്നത്. അതായത് ഈ ഘട്ടത്തിൽ എറോജിനസ് സോൺ വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. ഈ ഘട്ടത്തിൽ എറോജിനസ് സോൺ വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. നമുക്കൊരു കൗമാരം എന്നൊക്കെ കണക്ക് കൂട്ടാം. അതായത് ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേത് പോലെയുള്ള സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം, കൗമാര കാലഘട്ടത്തിലായിരിക്കും കുറച്ചുകൂടെ ലൈംഗിക പക്വതയൊക്കെ നേടി നമുക്ക് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടെ പോലെയുള്ള ഒരു സമീപനമൊക്കെ കുട്ടി പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്ന ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ മൂലം ഈ ഒരു കാലഘട്ടത്തിലായിരിക്കുമല്ലോ നമുക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് ശാരീരിക മാറ്റങ്ങൾ കൂടുതലും വരുന്നത്. അതായത് ലൈംഗിക രീതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്ന ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഈ ഒരു 5 ഘട്ടങ്ങളും ഇത് എന്ന് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് വയസ്സ് ചോദിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ചത്, അതായത് മനോവിശേഷണ സിദ്ധാന്തം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 2 മാർക്കിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് വരുന്നത് വരെ ജനുവരി 24 ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷ വരുന്നത്. ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർ ഉറപ്പായിട്ടും കാണേണ്ട ഒരു ക്ലാസ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ എഫേർട്ട് എടുത്താണ് നിങ്ങൾ നോക്കുക. ഇത്തിരി ലോങ് ക്ലാസ് ആണ്, വളരെ എഫേർട്ട് എടുത്താണ് ടൈപ്പ് ചെയ്തൊക്കെയാണ് നമ്മൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എങ്ങനെയാണ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കി കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം ചെയ്യുന്നൊരു സപ്പോർട്ട് കൂടിയാണ്. ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും. അത് നമുക്ക് വളരെയധികം സഹായം ചെയ്യും. അതായത് നമ്മൾക്ക് കൂടുതൽ സപ്പോർട്ടും റീച്ചും കിട്ടും. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സന്തോഷം കിട്ടും. അതായത് നമുക്ക് റീച്ച് നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ ആൾക്കാരിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതുപോലെ തന്നെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയാണ് ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് APO പരീക്ഷ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം APOയുടെ ബാക്കിയുള്ള ക്ലാസ്സൂടെ കാണാൻ ശ്രമിക്കണം. സൈക്കോളജിയുടെ 1-2 ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.